മധ്യ തിരുവിതാംകൂറിലെ ഓണാട്ടുകരക്കാർക്ക് മഹാബലി എത്തണമെങ്കിൽ പിണ്ടി വിളക്ക് നാട്ടണം. എന്താണ് പിണ്ടി വിളക്കെന്നല്ലേ? വാഴത്തട വൃത്തിയാക്കി പിണ്ടി വേർതിരിച്ചെടുത്ത് അത് മണ്ണിൽ നാട്ടും. എന്നിട്ട് ഈ പിണ്ടിയിൽ ഈർക്കിൽ വളച്ച് തിരികെ അതിൽ ചിരാത് വെച്ച് തിരി തെളിയിക്കും. പിണ്ടി വിളക്കിനെ കുറിച്ചും അതിന് പിന്നിലെ ഐതിഹ്യത്തെക്കുറിച്ചും എനിക്കറിയില്ല, അറിയാത്ത ഒത്തിരി പേരും ഉണ്ടാകും നമ്മുടെ പ്രേക്ഷകർ. നമുക്ക് കാണാം. ഓണാട്ടുകരക്കാർക്ക് മഹാബലി വീട്ടിലെത്തണമെങ്കിൽ വീടിന് മുന്നിൽ പിണ്ടി വിളക്കിൽ തിരി തെളിയിക്കണമെന്നൊരു വിശ്വാസമുണ്ട്. എന്താണ് ഈ പിണ്ടി വിളക്കെന്നും അതിൻ്റെ പിന്നിലെ കഥ എന്താണെന്നും നമുക്കൊന്ന് കണ്ടുവരാം. ആറു നാട്ടിൽ 100 ഭാഷയെന്നതുപോലെ കേരളക്കരയിൽ ഓണത്തിനും വിശ്വാസങ്ങൾ പലതാണ്. ഓണാട്ടുകരക്കാർക്ക് മഹാബലി വീട്ടിലേക്കെത്തണമെങ്കിൽ വീടിനു മുന്നിൽ പിണ്ടി വിളക്കുണ്ടാകണം. വാഴപ്പിണ്ടിയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ആദ്യം ഒരു വാഴയുടെ ഒരു തടയായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ അതിനെ പൊളിച്ച് വാഴപ്പിണ്ടി എന്നുള്ളൊരു രൂപത്തിലേക്ക് നമുക്ക് മാറ്റണം. സാധാരണ ഹൈറ്റ് നമ്മൾ കൂട്ടിയാണ് ഇടാറ്. കാരണം ഏകദേശം ഒരു 3/4 അടി 1 അടിയിലോ നമ്മൾ ഭൂമിയിൽ കുഴിച്ചിട്ടാണിത് ഇടുന്നത്. ഇത് സാധാരണ ഫംഗ്ഷനുകളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഓണ സമയത്ത് ഇത് ഈ ഓണാട്ടുകരയിൽ മാത്രം കണ്ടുവരുന്ന ഉത്രാട വിളക്ക് കത്തിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഇതാണ്. 4 ദിവസവും കത്തിക്കും. ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം 4 ദിവസങ്ങൾ നമ്മൾ കത്തിക്കുക. ഓണാട്ടുകരയിലെ മിക്ക വീടുകളിലും ഇപ്പോഴും ഈ ആചാരം പിന്തുടരുന്നുണ്ട്. സാധാരണ ഹൈറ്റ് നമ്മൾ കൂട്ടിയാണ് ഇടാറ്. കാരണം ഏകദേശം ഒരു 3/4 അടി 1 അടിയിലോ നമ്മൾ ഭൂമിയിൽ കുഴിച്ചിട്ടാണിത് ഇടുന്നത്. അപ്പോൾ അത്രയും പിന്നെ ഹൈറ്റ് നമുക്ക് താഴോട്ട് പോകും. സന്ധ്യയോടെ വീടുകൾക്ക് മുന്നിൽ പിണ്ടി വിളക്ക് നാട്ടും. ഇരുവശങ്ങളിലും വാഴപ്പിണ്ടി സ്ഥാപിക്കും. അതിൽ ഈർക്കിൽ വളച്ചുവെച്ച് വിളക്ക് കത്തിക്കും. പിണ്ടി വിളക്കിൽ തിരിതെളിയിച്ചു കഴിയുമ്പോൾ മഹാബലി വീട്ടിലെത്തുമെന്നാണ് വിശ്വാസം. ഇത് എന്തിനാണ് കത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പലരോടും തിരക്കി. ഇപ്പം ഇത് കത്തിച്ചാലേ മഹാബലി വരത്തുള്ളൂ. ഇപ്പം നാളെ തിരുവോണമാണ്. തിരുവോണത്തിൻ്റെ തലേദിവസമാണല്ലോ ഉത്രാടം. ഈ മഹാബലി വൈകുന്നേരം ഈ ചുറ്റാൻ ഇറങ്ങുമെന്നാണ് ഇവിടുത്തെ നമ്മുടെ ഈ നാട്ടിലെ വിശ്വാസം. വൈകിട്ട് ചുറ്റാൻ ഇറങ്ങുമ്പോൾ ഈ വിളക്ക് കത്തിക്കുന്ന വീട് നോക്കി അദ്ദേഹം കയറും. വിളക്ക് കത്തിക്കാത്ത വീട്ടിൽ കയറത്തില്ല മഹാബലി. വിളക്ക് കത്തിക്കാത്ത വീട്ടിൽ മഹാബലി കയറത്തില്ല എന്നൊരു വിശ്വാസമാണുള്ളത്. ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം നാളുകളിലാണ് പ്രധാനമായും പിണ്ടിവിളക്ക് കത്തിക്കുന്നത്. ചിലയിടങ്ങളിൽ ഉത്രട്ടാതി വരെയും പിണ്ടിവിളക്ക് തെളിയിക്കാറുണ്ട്. പിന്നെ പൂത്തിരിയും കുരുവപ്പൂക്കളും പടക്കങ്ങളുമായി വീട്ടുകാർ രാത്രി വരെ ആഘോഷമാകും. മരോട്ടിക്കായയിലായിരുന്നു പണ്ടുകാലം മുതൽ തിരി തെളിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ചിരാത് വിളക്കുകളും ഉപയോഗിക്കുന്നുണ്ട്. കാലം മാറിയപ്പോൾ മരോട്ടിക്കായകൾ ലഭിക്കാതായി. പക്ഷെ മരോട്ടിയില്ല, മരോട്ടിക്കുരുവില്ല. എനിക്ക് തോന്നുന്നു വടക്കേന്ത്യയിലൊക്കെ എവിടേക്കോ മരോട്ടി കൃഷി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഊട്ടിക്ക് ഭയങ്കര കനമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ വിളക്കത്തിക്കാൻ എടുക്കുന്നത്. അത് തീ പിടിക്കത്തില്ല. എന്നാൽ എണ്ണ അതിനകത്ത് കിടക്കുകയും ചെയ്യും. ഒരു എണ്ണമയം പിന്നെ വെള്ളത്തിൻ്റെ മയം കുറവാണ്. അതിൻ്റെ ആ അകത്തെ മാതളം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല ഉണങ്ങിയ തോട് പോലിരിക്കും അത്. ഉത്രാട സന്ധ്യയിൽ തന്നെ മാവേലി വീടുകളിൽ എത്തുമെന്ന് ഓണാട്ടുകരക്കാർ വിശ്വസിക്കുന്നു. കുരുത്തോല ഉപയോഗിച്ച് പിണ്ടിവിളക്ക് അലങ്കരിക്കുന്നവരും ഉണ്ട്. രാത്രി വൈകുന്നതുവരെ ഓണാട്ടുകരയിൽ പിണ്ടിവിളക്ക് തെളിഞ്ഞു നിൽക്കും. ക്യാമറാമാൻ അഫ്സൽ രാജിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.